10,000 കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗീകാരം നൽകി. സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ, ദുർബലരായ പൗരന്മാർ എന്നിവരെ കേന്ദ്രീകരിച്ചുള്ള പ്രധാന തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകുന്ന പ്രധാന ഫയലുകളുടെ ഒരു പരമ്പരയിൽ തന്റെ പുതിയ ഓഫീസ് സമുച്ചയമായ സേവാ തീർത്ഥിൽ വെച്ചാണ് മോദി ഒപ്പുവെച്ചത്. പുതിയ കെട്ടിടത്തിലേക്ക് മാറിയതിനു ശേഷമുള്ള ആദ്യ അനുമതിയിൽ അപകടത്തിൽപ്പെട്ടവർക്കുള്ള റോഡ് അപകട ഇരകളുടെ ആശുപത്രിവൽക്കരണവും ഉറപ്പായ ചികിത്സയും പദ്ധതി ആരംഭിക്കുക. ലഖ്പതി ദീദീസിന്റെ ലക്ഷ്യം 6 കോടിയായി ഇരട്ടിയാക്കുക. കാർഷികാടിസ്ഥാന സൗകര്യ ഫണ്ട് 2 ലക്ഷം കോടി രൂപയായി വികസിപ്പിക്കുക. 10,000 കോടി രൂപയുടെ മൂലധനത്തോടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് 2.0 ക്ലിയർ ചെയ്യുക എന്നിവ ഉൾപ്പെടുന്നു. 10,000 കോടി രൂപയുടെ മൂലധനമുള്ള സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട്സ് 2.0 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗീകരിച്ചത്. ഈ ഫണ്ട് ഇന്ത്യയുടെ ഇന്നോവേഷൻ, ആവാസ വ്യവസ്ഥയെ, പ്രത്യേകിച്ച് ഡീപ് ടെക്, പ്രാരംഭഘട്ട ആശയങ്ങൾ, നൂതന ഉൽപാദനം, മുന്നേറ്റ സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ശക്തിപ്പെടുത്തുമെന്നും സർക്കാർ പറഞ്ഞു. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയ്ക്ക് ആവശ്യമായ ഉത്തേജനം നൽകുന്നതിനും ആഭ്യന്തര മൂലധനം ലഭ്യമാക്കുന്നതിനുമായി 14-15 ധനകാര്യ കമ്മീഷൻ ചക്രത്തിൽ നിന്നും 10,000 കോടി രൂപയുടെ മൂലധനം ഉൾക്കൊള്ളുന്ന സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഫണ്ട് പദ്ധതി 2016 അംഗീകരിക്കുകയും സ്ഥാപിക്കുകയും ചെയ്തു. FFSന് കീഴിൽ പദ്ധതി നേരിട്ട് സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപിക്കുന്നില്ല. പകരം സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള AIFകൾക്ക് മൂലധനം നൽകുന്നു. നവമകൾ ഫണ്ടുകൾ എന്നറിയപ്പെടുന്നു. അവ ഇക്വിറ്റി ലിങ്ക്ഡ് ഉപകരണങ്ങൾ വഴി വളർന്നുവരുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിൽ പണം നിക്ഷേപിക്കുന്നു. അനുയോജ്യമായ മകൾ ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് പ്രതിജ്ഞാബദ്ധമായ മൂലധനത്തിന്റെ വിതരണത്തിന് മേൽനോട്ടം വഹിക്കുന്നതിലൂടെ ഈ ഫണ്ട് പ്രവർത്തിപ്പിക്കാനുള്ള ചുമതല ഇന്ത്യ ചെറുകിട വ്യവസായ വികസന ബാങ്കിന് നൽകിയിട്ടുണ്ട്. FFSന് കീഴിൽ പിന്തുണയ്ക്കുന്ന FIFകൾ FFSന് കീഴിൽ പ്രതിജ്ഞാബദ്ധമായ തുകയുടെ കുറഞ്ഞത് 2 മടങ്ങ് സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപിക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി റഹത് പദ്ധതി ലഖ്പതി ദീദികളുടെ ധനസഹായ ലക്ഷ്യം 6 കോടി രൂപയായി ഇരട്ടിയാക്കിയത്, കാർഷികാടിസ്ഥാന സൗകര്യ ഫണ്ട് 2 ലക്ഷം കോടി രൂപയായി ഇരട്ടിയാക്കിയത് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന ഫയലുകളിലും പ്രധാനമന്ത്രി ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി റഹത് പദ്ധതി പ്രകാരം അപകടത്തിൽപ്പെട്ടവർക്ക് 1.5 ലക്ഷം രൂപ വരെ പണരഹിത ചികിത്സ ലഭിക്കും. അടിയന്തര വൈദ്യസഹായം ലഭിക്കാത്തതിനാൽ ഒരു ജീവൻ പോലും നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു. 2027 മാർച്ചിൽ നിശ്ചയിച്ചിരുന്ന സമയപരിധിക്ക് 1 വർഷം മുൻപാണ് സർക്കാർ 3 കോടി ലഖ്പതി ദീദികൾ എന്ന് നാഴികക്കല്ല് പിന്നിട്ടത്. 2029 മാർച്ചോടെ 6 കോടി ലഖ്പതി ദീദികൾ എന്ന പുതിയ അഭിലാഷകരമായ ലക്ഷ്യം പ്രധാനമന്ത്രി ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മുഴുവൻ കാർഷിക മൂല്യ ശൃംഖലയും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ടിന്റെ വിഹിതം 1 ലക്ഷം കോടിയിൽ നിന്നും 2 ലക്ഷം കോടി രൂപയായി ഇരട്ടിയാക്കാൻ മോദി അംഗീകാരം നൽകി. കാർഷിക മൂല്യ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന നീക്കത്തിന്റെ ഭാഗമായി കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട് 1 ലക്ഷം കോടി രൂപയിൽ നിന്നും 2 ലക്ഷം കോടി രൂപയായി ഇരട്ടിയാക്കാൻ പ്രധാനമന്ത്രി മോദി അംഗീകാരം നൽകി. രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിൽ വിളവെടുപ്പിന് ശേഷമുള്ള മാനേജ്മെന്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, സംഭരണ സൗകര്യങ്ങൾ, മറ്റ് കാർഷിക സംബന്ധിയായ പദ്ധതികൾ എന്നിവയ്ക്ക് ഈ വിപുലീകരിച്ച ഫണ്ട് പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സേവാ തീർത്ഥ, കർത്തവ്യ ഭവൻ 1, 2 എന്നിവയുടെ ഉദ്ഘാടനം ഇന്ത്യയുടെ ഭരണപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു സുപ്രധാന മാറ്റത്തെ അടയാളപ്പെടുത്തുന്നു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന മുൻ ക്രമീകരണങ്ങൾക്ക് പകരമായി സേവാ തീർത്ത് ഈ പ്രധാന ഓഫീസുകളെ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവന്നു. ധനകാര്യം, പ്രതിരോധം, ആരോഗ്യം, കുടുംബക്ഷേമം, കോർപ്പറേറ്റ് കാര്യം, വിദ്യാഭ്യാസം, സംസ്കാരം, നിയമം, നീതി, വാർത്താ പ്രക്ഷേപണം, കൃഷി, കർഷകക്ഷേമം, രാസവസ്തുക്കൾ, വളങ്ങൾ, ഗോത്രകാര്യം എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന മന്ത്രാലയങ്ങൾ കർത്തവ്യ ഭവൻ 1ഉം 2ഉം ഉൾക്കൊള്ളും. ആധുനികവും കാര്യക്ഷമവും പൗരകേന്ദ്രീകൃതവുമായ ഒരു ഭരണ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനാണ് പുതിയ സമുച്ചയങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും സർക്കാർ അറിയിച്ചു. 4 സ്റ്റാർ ഗൃഹ മാനദണ്ഡങ്ങൾക്കനുസൃതമായി നിർമ്മിച്ച ഇവയിൽ പുനരുപയോഗ ഊർജ്ജ സംവിധാനങ്ങൾ, ജലസംരക്ഷണ നടപടികൾ, സ്മാർട്ട് സുരക്ഷ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊളോണിയൽ കാലഘട്ടത്തിലെ നാമകരണത്തിൽ നിന്നും മാറാനുള്ള 2014 മുതൽ നടക്കുന്ന വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് സേവാ തീർത്ഥിന് നാമകരണം. മുൻകാല മാറ്റങ്ങളിൽ രാജ്നാഥിന്റെ കർത്തവ്യപാത എന്നും റേസ് കോഴ്സ് റോഡിലെ ലോക് കല്യാൺ മാർഗ് എന്നും പുനർനാമകരണം ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.